കാലടി പഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങളിൽ തെറ്റേറ്റെടുത്ത് പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിച്ചിട്ടും ക്ലബിനെ അപമാനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് സംഭവം ഡിവൈഎഫ്ഐ വിവാദമാക്കിയിട്ടുള്ളതെന്ന് ദുൽദുൽ പാറപ്പുറം ക്ലബ് ഭാരവാഹികൾ. കാലടി ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഭാഗമായി എടപ്പാൾ ശുകുപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളയാൾ മത്സരിച്ചു എന്ന ആരോപണങ്ങളിൽ തെറ്റ് ഏറ്റെടുത്ത് എന്ത് നിയമ നടപടികൾ നേരിടാനും തയ്യാറാണെന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ ദുൽദുൽ ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചിട്ടും അതിന്റെ തീരുമാനങ്ങൾ എടുക്കും മുന്നേ ക്ലബിനെ അപമാനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് സംഭവം ഡിവൈഎഫ്ഐ വിവാദമാക്കിയിട്ടുള്ളതെന്ന് ദുൽദുൽ പാറപ്പുറം ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടന ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ ആ തെറ്റ് ഏറ്റെടുത്തിട്ട് പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കുകയും ആ തെറ്റ് ഉൾക്കൊണ്ട് അതിന് എന്ത് നടപടി സ്വീകരിച്ചാലും അത് ഞങ്ങൾ സ്വീകരിക്കാം എന്ന് അറിയിച്ചിട്ട് ആ നടപടി സ്വീകരിച്ച് പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഈ യുവജന സംഘടന അത് വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നു. അത്രമാത്രം വലിയൊരു ഗുരുതര വീഴ്ച ഞങ്ങളോട് സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ഏകദേശം 37 വർഷമായിട്ട് പാറപ്പുറത്ത് കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിച്ചു വരുന്നൊരു ക്ലബ്ബാണ് ദുൽദുൽ പാറപ്പുറം. ട്രോഫി നൽകി എന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും അത്തരത്തിൽ ട്രോഫി സമ്മാനിച്ചിട്ടില്ലെന്നും ദുൽദുൽ ഭാരവാഹികൾ പറഞ്ഞു. ഇത് ബന്ധപ്പെട്ട പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോ അതല്ല പഞ്ചായത്ത് മെമ്പർമാരോ അവിടെ ട്രോഫി വിതരണം നടത്തിയിട്ടില്ല. ആ വിജയിച്ച വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ട്രോഫി എടുത്തൊരു ഫോട്ടോ എടുത്തു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അവരുന്നയിച്ച 3 കാര്യവും പച്ചക്കള്ളാണ് എന്നുള്ളത് എല്ലാ ക്ലബിന്റെ ഭാരവാഹികളും മനസ്സിലായിട്ടുണ്ട്. അവിടെ ഇന്നലെ പങ്കെടുത്ത എല്ലാ ക്ലബിന്റെ പ്രതിനിധികളും വിളിച്ചു സംസാരിച്ചു. അവർ പറഞ്ഞത് നുണയാണ് എന്നുള്ളത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേരളോത്സവ മത്സരങ്ങളെ മാറ്റാനാണ് ഡിവൈഎഫ്ഐയും മറ്റുള്ളവരും ശ്രമിക്കുന്നതെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ കേരളോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യുവാക്കള് അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും ഉൾപ്പെടുത്താതെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിന് തികച്ചും അവിടെ പങ്കെടുത്ത ക്ലബ്ബുകൾ ഒരാൾ പോലും പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ 2ാം വാർഡ് മെമ്പറും 16ാം വാർഡ് മെമ്പറും അതിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഇത് ഏറ്റെടുത്തുകൊണ്ട് കേരളോത്സവത്തിൽ രാഷ്ട്രീയം അവരെ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറിച്ച് തങ്ങൾ ഏറ്റെടുത്ത തെറ്റിലല്ലാതെ മറ്റ് ആരോപണങ്ങൾ തെളിവ് സഹിതം തെളിയിച്ചാൽ ഡിവൈഎഫ്ഐ സംഘടനയ്ക്ക് 1 ലക്ഷം രൂപ പാരിതോഷികമായി നൽകുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി തെളിയിച്ചാൽ ഡിവൈഎഫ്ഐ എന്ന സംഘടനക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ ക്ലബ്ബ് ഭാരവാഹികൾ പാരിതോഷികമായി നൽകുന്നതാണ്. അവരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ സംഭവം അവർക്ക് തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. NCV ന്യൂസ് എടപ്പാൾ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.